LDF യോഗം തിരുവനന്തപുരത്ത് തുടങ്ങിയിരിക്കുന്നു. CPI ആസ്ഥാനമായ MN സ്മാരകത്തിലാണ് യോഗം. വിവാദ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. ശ്രീജിത്ത് നൽകും തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ. ശ്രീജിത്ത്, നിർണായകമായ LDF യോഗമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഏതൊക്കെ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് യോഗത്തിൽ? ഒപ്പം തന്നെ ചർച്ചയാകുന്ന വിഷയങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എലപ്പുള്ളി മദ്യനിർമ്മാണശാല അനുമതിയാണ്. മറ്റൊന്ന് കിഫ്ബി റോഡുകളിലെ യൂസർ ഫീ വാങ്ങൽ. ഈ രണ്ട് വിഷയങ്ങളെ കൂടാതെ മറ്റെന്തൊക്കെ വിഷയങ്ങൾ ചർച്ചയാകും? പ്രജിൻ, LDF യോഗം CPI ആസ്ഥാനമായ MN സ്മാരകത്തിൽ തുടങ്ങിയിട്ട് ഏതാണ്ട് 1.25 മണിക്കൂർ പിന്നിടുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികൾ, നേതാക്കന്മാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രജിൻ സൂചിപ്പിച്ച പോലെ എലപ്പുള്ളി മദ്യനിർമ്മാണശാല അനുമതിയുടെയും ഒപ്പം തന്നെ കിഫ്ബി റോഡുകളിൽ നിന്ന് യൂസർ ഫീ പിരിക്കാനുള്ള നിർദ്ദേശത്തിൻ്റെയും സ്വകാര്യ സർവകലാശാല തുടങ്ങാനുള്ള ബില്ലിൻ്റെയും പശ്ചാത്തലത്തിലാണ് LDF യോഗം ചേരുന്നത്. കേന്ദ്ര ബജറ്റിലെ സംസ്ഥാനത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണ് യോഗത്തിൻ്റെ മുഖ്യ അജണ്ടയെങ്കിലും നേരത്തെ പറഞ്ഞ വിഷയങ്ങളെല്ലാം തന്നെ യോഗത്തിൽ ചർച്ചയാകാൻ സാധ്യതയുണ്ട്. മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് RJD നേതൃത്വം മുന്നണി നേതൃത്വത്തിന് കത്ത് കൊടുത്തിരുന്നു. ഇതോടൊപ്പം CPIയും തങ്ങളുടെ നിലപാട് ഈ യോഗത്തിൽ ഉന്നയിക്കുമെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ മദ്യനയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിശദമായ ഒരു ചർച്ച നടക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയും നേരം യോഗം നീണ്ടുപോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം 4:30 മുഖ്യമന്ത്രിക്ക് നേരത്തെ നിശ്ചയിച്ച പരിപാടികളുണ്ടായിരുന്നു. ആ പരിപാടി ഒഴിവാക്കി മുഖ്യമന്ത്രി ഈ യോഗത്തിൽ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ നിർണായകമായ വിഷയങ്ങൾ ഈ യോഗത്തിൽ ചർച്ച ചെയ്യുന്നുവെന്ന് നമുക്ക് നിശ്ചയമായും അനുമാനിക്കാം. ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.